നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുണൈറ്റഡ് ആരാധകർ ആവേശത്തിൻ്റെ പരകോടിയിലാണ്. സിറ്റിക്കിട്ട് കൊട്ടി ആഴ്സണലിട്ട് അവരുടെ മൈതാനത്ത് പോയി പണിതു. ഇതിൽ പരം സന്തോഷമെന്ത്? ഇപ്പോൾ യുണൈറ്റഡിൻ്റെ മുൻ താരങ്ങൾ ഗാരി നെവലിനെ പോലെയും റോയ് കീനെ പോലെയുമുള്ള ഇതിഹാസ താരങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നു. കൂടാതെ മൈക്കൽ ഓവൻ ലിവർപൂളിൽ ഇതിഹാസം രചിച്ച ആളാണ്. പിന്നെ അദ്ദേഹം റയൽ മാഡ്രിഡിലൊക്കെ പോയി പരിക്കൊക്കെ പറ്റി തിരികെ വന്ന് കളിച്ചത് യുണൈറ്റഡിലായിരുന്നല്ലോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, യുണൈറ്റഡിനെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്തിരുന്ന പഴയകാല ആരാധകരൊക്കെ അതൊക്കെ ഇങ്ങനെ മറക്കാനാണ്. ആ മൈക്കൽ ഓവൻ തൻ്റെ അഭിപ്രായം പറയുന്നു. മുൻകാല താരങ്ങളൊക്കെ ഹാപ്പിയാണ്. ഏതായാലും ഇതിഹാസങ്ങൾ എന്തു പറയുന്നു നോക്കാം. മൈക്കൽ ഓവൻ പറയുന്നു, 2 മത്സരങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2 അൺബിലീവബിൾ പെർഫോമൻസുകളാണ് പുറത്തെടുത്തത്. ആക്ച്വലി ഞാൻ വിചാരിക്കുന്നത് സിറ്റിക്കെതിരെയാണ് ഈ ആഴ്സണലിനെതിരെയുള്ള കളിയേക്കാൾ കുറച്ചുകൂടി നന്നായി കളിച്ചത്. പക്ഷേ ഈ കളിയിലും വളരെ ക്ലിനിക്കലായിരുന്നു. 3 ഹാഫ് ചാൻസുകൾ കിട്ടി. അതെല്ലാം ഒരു സീരിയസ് ടീമിനെതിരെ കൃത്യമായിട്ട് വലയിലേക്ക് അടിച്ച് കയറ്റുകയും ചെയ്തു. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ആഴ്സണൽ തന്നെ ഇത്തവണ കിരീടം ചൂടുമെന്ന്. പക്ഷേ യുണൈറ്റഡ് ഈ നടത്തിയിരിക്കുന്ന വിജയങ്ങളുണ്ടല്ലോ, ഇതൊരു റിയൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദാറ്റ്സ് എ റിയൽ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ആബ്സല്യൂട്ട്ലി ഇൻക്രെഡിബിൾ ആണ്. ഈ 2 വിജയങ്ങളും യുണൈറ്റഡ് അർഹിച്ച് തന്നെയാണ്. ഒരു പക്ഷേ പ്രീമിയർ ലീഗിൽ ഇപ്പോൾ യുണൈറ്റഡ് നേരിടാൻ പോകുന്ന 2 ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഫിക്സ്ചേഴ്സ്, അത് 2ഉം വിൻ ചെയ്ത് 6 പോയിന്റ് നേടി. ഇൻക്രെഡിബിൾ റിട്ടേൺ ആണ്. ടീം ഇപ്പോൾ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആണ്. ഞാൻ തീർച്ചയായിട്ടും ഹാപ്പിയാണ് എന്നാണ് ഇപ്പോൾ മൈക്കൽ ഓവൻ പറയുന്നത്. എന്നാൽ റോയ് കീൻ നമ്മുടെ കണ്ണൊന്ന് ഉറപ്പിക്കുന്നുണ്ട്. കാരണം ആഴ്സണലിനെതിരെ ഒരു കളി ജയിക്കുമ്പോൾ, സിറ്റിക്കെതിരെ ഒരു കളി ജയിക്കുമ്പോൾ ഇത്ര ആവേശത്തിൻ്റെ പരകൂടിയിലേക്ക് പോകേണ്ടവരാണോ യുണൈറ്റഡ്? കാരണം മുമ്പ് എങ്ങനെയൊക്കെ ഭരിച്ചിരുന്നാണല്ലോ. റോയ് കീൻ്റെ ഒക്കെ കാലഘട്ടമൊക്കെ ഒന്ന് ഓർക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ വലിയ ആവേശത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ടീമിൻ്റെ സമീപകാലത്തെ പ്രകടനം മോശമായതുകൊണ്ടുകൂടിയാണ്. അതിൻ്റെ പ്രതിഫലനം കൂടിയാണ്. അപ്പോൾ ഈ 2 വിജയങ്ങൾ കൊണ്ട് ഇത് മതി എന്ന് എക്കാലത്തും കാരിക്ക് മതി എന്ന് കരുതണ്ട. മറിച്ചൊരു ബിഗ് മാനേജർ തന്നെ വരണം. പക്ഷേ കാരിക്ക് അദ്ദേഹത്തിന് കിട്ടിയ അവസരം നന്നായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് റോയ് കീൻ പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടോപ്പ് 4 അവിടെ ഫിനിഷ് ചെയ്താൽ പോലും ഞാനിപ്പോഴും കൺവിൻസ്ഡ് അല്ല കാരിക്കാണ് ഈ കോച്ച് ജോബിന് ഏറ്റവും പറ്റിയ ആൾ എന്ന്. ആബ്സല്യൂട്ട്ലി നോട്ട്. യുണൈറ്റഡിന് ഒരു ബെറ്റർ മാനേജർ വേണം, ബിഗ്ഗർ ആൻഡ് ബെറ്റർ മാനേജർ വേണം. അത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് അങ്ങനെയുള്ള ക്ലബ്ബാണ്. പക്ഷേ ഇപ്പോൾ കാരിക്കിനൊരു അവസരം കിട്ടി. അദ്ദേഹത്തിന് കിട്ടിയ ചാൻസ് അദ്ദേഹം ഉപയോഗപ്പെടുത്തി. അദ്ദേഹം അത് കൃത്യമായിട്ട് ചെയ്തു എന്ന കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് റോയ് കീൻ പറയുന്നു. ഇനി ഗാരി നെവിൽ പറയുന്നു, വാട്ട് എ ടേൺ അറൗണ്ട് ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആൻഡ് മൈക്കൽ കാരിക്ക്. എന്തൊരു മാറ്റമാണ്, എന്തൊരു ടേൺ അറൗണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്. 12 ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു മാനേജർ അവർക്ക് നഷ്ടപ്പെട്ടത്. അവരുടെ മാനേജറെ പുറത്താക്കിയത്. മാത്രമല്ല ടോപ്പ് 4 മുമ്പ് എത്താനുള്ള അവസരങ്ങളൊന്നും അവർക്ക് ഉപയോഗപ്പെടുത്താനും പറ്റിയിരുന്നില്ല. എന്നിട്ട് ഇപ്പോൾ അത് ചെയ്ത് കൂട്ടിയിരിക്കുന്നത്, അതായത് ബെർലിയോട്, എവേർട്ടനോട്, ബേൺമൗത്തിനോട്, ലീഡ്സിനോടൊന്നും കാണിക്കാൻ പറ്റാത്ത ആധിപത്യം കാണിച്ചിരിക്കുന്നത് സിറ്റിയോടും ആഴ്സണലിനോടും. തീർച്ചയായിട്ടും ഒടുവിൽ അവസരങ്ങൾ മുതലെടുത്തിരിക്കുന്നു എന്നാണ് ഗാരി നെവിലിൻ്റെ അഭിപ്രായം വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും യുണൈറ്റഡ് ഇതിഹാസങ്ങൾ, പോരാട്ടങ്ങൾ ഏറെ കണ്ട് കിരീടങ്ങൾ ഏറെ ചൂടിയവരാണ്. അപ്പോൾ അവർ ഇത് പോരാ എന്നവർക്ക് ഫീൽ ചെയ്യുന്ന തരത്തിൽ അവർ സംസാരിക്കുക സ്വാഭാവികമാണ്. പഴയകാല യുണൈറ്റഡ് ആരാധകർക്ക് പോലും ഇതൊന്നും അല്ല യുണൈറ്റഡ് എന്ന ഫീലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇതിഹാസങ്ങൾ ഹാപ്പിയാണ്. പക്ഷേ ഇത് പോരാ എന്ന മെൻറ്റാലിറ്റി തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.